ഹായ് ഓൾ മൈ സ്റ്റാർ സീഡ്സ്, വെൽക്കം ബാക്ക് ടു റാണി സ്റ്റാർ ഹീലിംഗ് ചാനൽ. ഇന്ന് നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളെ വിട്ടുപോയ അവർ ഇപ്പോൾ ഏത് സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളതാണ്. അവരുടെ സിറ്റുവേഷനാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ് ദി ലവേഴ്സ് ഉണ്ട്, ദി ടവർ ഉണ്ട്, 5 ഓഫ് കപ്സ് ഉണ്ട്, 10 ഓഫ് പെൻറ്റക്കിൾസ് ഉണ്ട്, 9 ഓഫ് പെൻറ്റക്കിൾസ് ഉണ്ട്, ലാസ്റ്റ് കാർഡ് ഈസ് 6 ഓഫ് സോർട്സ്. ഇപ്പോൾ നമ്മളിപ്പോൾ ആദ്യം നോക്കുവാണെങ്കിൽ ലവേഴ്സ് കാർഡിൽ പറയുന്നത് നിങ്ങൾക്ക് വളരെ സിൻസിയർ ആയിട്ടുള്ള ഒരു ലവ് തന്നെയാണ് അവർ തന്നത്. വളരെ കെയറിങ് ആയിട്ടുള്ളൊരു ഒരു റിലേഷൻഷിപ്പ് തന്നെയായിരുന്നു നിങ്ങളുടേതെന്ന് കാണുന്നുണ്ട്. വളരെ സിൻസിയർ ആയിട്ടുള്ള ഒരു ഇടപെടൽ തന്നെയാണ് അവർ നിങ്ങൾക്ക് തന്നതെന്ന് കാണുന്നുണ്ട്. പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിൽ ഒരു ടവർ മൊമെന്റ് വന്നു. രണ്ടുപേരും പ്രതീക്ഷിക്കാതെ ഒരു തിരിച്ചടി നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടുപേരുടെയും റിലേഷൻഷിപ്പിന് വലിയൊരു വിള്ളൽ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അവർ പുതിയൊരു റിലേഷൻഷിപ്പ് എന്തൊക്കെയോ സാഹചര്യങ്ങൾ കൊണ്ട് അവർക്ക് പുതിയൊരു റിലേഷൻഷിപ്പിലോട്ട് എടുത്ത് ചാടേണ്ട ഒരു സിറ്റുവേഷൻ വന്നതായിട്ടാണ് കാണുന്നത്. ചിലരിവിടെ മാരേജ് കഴിഞ്ഞതായിട്ട് കാണുന്നുണ്ട്. പിന്നെ അവർ ഈ ഒരു സാഹചര്യത്തിൽ അവർക്ക് ഒട്ടും പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല. അവർ നിങ്ങൾ നഷ്ടപ്പെട്ടതിൻ്റെ വിഷമത്തിൽ തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അവർക്ക് വേറെ ഒന്നിനും ശ്രദ്ധിക്കാൻ കൂടി പറ്റുന്നില്ല. അവരുടെ ഡെയിലി ലൈഫ് തന്നെ ഒത്തിരിയും സഫറിങ് ആയിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് ഇമോഷണലായിട്ട് ബാലൻസ് വീണ്ടെടുക്കാൻ പറ്റുന്നതേ ഇല്ല. ഒരുപാട് ഡിപ്രഷൻ സ്റ്റേജിൽ കൂടിയാണ് പോകുന്നത്. അവർക്ക് ഫാമിലിയുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലും പക്ഷെ അവരതൊന്നും കാണുന്നില്ല. അവരിപ്പോഴും അവരുടെ പാസ്റ്റിൽ തന്നെയാണ് കുടുങ്ങി നിൽക്കുന്നതെന്ന് കാണുന്നുണ്ട്. പിന്നെ അവരുടെ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ അവരിപ്പോൾ കുറച്ച് ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ആ ഫിനാൻഷ്യൽ എടുക്കുക എന്നുള്ള ഒറ്റൊരു ലക്ഷ്യമാണ് ഇപ്പോൾ അവരുടെ മനസ്സിലുള്ളത്. കുറച്ച് ലോണോ അതൊക്കെ ഇവിടെ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. പിന്നെ ഫാമിലിയെ നോക്കേണ്ട ഉത്തരവാദിത്വം അവർക്ക് ഉള്ളതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി നേടുക എന്നുള്ള ലക്ഷ്യത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ ഇവിടെ അവരുടെ ഫാമിലി കുറച്ച് എക്സ്പെക്റ്റേഷനോട് കൂടിയാണ് നിൽക്കുന്നതെന്ന് കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചിന്തയും ഇവർ ഈ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യണം എന്നുള്ള ഒറ്റൊരു ഇതിലോട്ട് അവരെ കൊണ്ട് എത്തിക്കുന്നുണ്ട്. പിന്നെ വന്നിട്ട് ഈ സാഹചര്യം ഇപ്പോൾ ഇവർക്ക് ഇങ്ങനെ ഈ ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷൻ സഹിക്കാൻ വയ്യാതെ അവരെ ഫാമിലിയും കൊണ്ട് ഈ സ്ഥലം വിടുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളെ ഫേസ് ചെയ്യാനും പറ്റുന്നില്ല, ഈ സാഹചര്യത്തിൽ ജീവിക്കാനും പറ്റുന്നില്ല. അപ്പോൾ ഒരു തൽക്കാലത്തേക്കെങ്കിലും ഒരു സ്ഥലം മാറ്റം അവർ ആഗ്രഹിച്ച് പോകുന്നതായിട്ടാണ് കാണുന്നത്. ഫുള്ളും ഇമോഷൻസ് ആണ്. അവർ മുഴുവനും ഇമോഷനാണ്. ആ ഇമോഷനൊക്കെ ഒന്ന് വിട്ടു നിൽക്കണം എന്നുള്ള ചിന്തയിൽ അവർ നിൽക്കുന്നുണ്ട്. അവർ സ്ഥലം വിട്ട് പോകാൻ തന്നെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതിൽ കുറച്ച് പേരെങ്കിലും എബ്രോഡ് പോയിട്ടുള്ളതായിട്ടാണ് കാണുന്നത്. പിന്നെ മുന്നോട്ട് പോകുന്ന വഴിയിൽ ഒരുപാട് വിഷമങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവർ തൽക്കാലം ഒന്ന് ഇതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇമോഷണൽ ബാലൻസ് കൊണ്ടുവരാനും എല്ലാത്തിനും വേണ്ടിയിട്ട് അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഈ ഫാമിലി ഉള്ളത് കാരണം അവർക്കൊന്നും എക്സ്പ്രസ് ചെയ്യാനും പറ്റുന്നില്ല. ആ ഒരു സിറ്റുവേഷനിലാണ് ആകെ പെട്ടു നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇവരെയും കൊണ്ട് എങ്ങോട്ടെങ്കിലും പോകണം എന്നുള്ളൊരു ചിന്തയിൽ തന്നെ അവർ നിൽക്കുന്നത്. അപ്പോൾ അതാണ് അവരുടെ അവസ്ഥ. ഇവിടെ നിങ്ങൾ ഒരുപാട് വിഷമിച്ച് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ ഒത്തിരി മൂവ് ചെയ്യട്ടോ. അവർ നിങ്ങളുടെ പാസ് നിങ്ങൾ കളയട്ടോ. നിങ്ങൾ മൂവ് ചെയ്ത് വരൂ. ഡിവൈൻ അതാ പറയുന്നത്. നിങ്ങളുടെ വേദനകൾ ഒക്കെ ഒന്ന് മാറ്റി വെക്കൂ. നിങ്ങൾക്ക് ഒരുപാട് ദൂരം മുന്നോട്ട് പോകാനുള്ളതാണ്. നിങ്ങൾ ഇതിൽ കുടുങ്ങി നിന്നിരുന്നാൽ, നിങ്ങൾ പാസ്റ്റിൽ സ്റ്റക്കായി നിന്നിരുന്നാൽ നിങ്ങൾക്ക് ഇനി വരുന്ന റിലേഷൻ ഒന്നും കാണാൻ പറ്റുകയില്ല. നിങ്ങൾക്ക് ഇതിലും നല്ല റിലേഷൻ കിട്ടും. അവരവരുടെ വഴിക്ക് പൊക്കോട്ടെ, നന്നായിട്ട് ജീവിക്കട്ടെ. അതുപോലെ നിങ്ങളും നന്നായിട്ട് ജീവിക്കുക കേട്ടോ. നിങ്ങൾക്കെല്ലാം നല്ലത് വരട്ടെ. ഡിവൈൻ നിങ്ങളുടെ കൂടെ, നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും തരാനായിട്ട് ഡിവൈൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. നിങ്ങളുടെ പാസ്റ്റ് എല്ലാം ഹീൽ ചെയ്ത്, ഒത്തിരി പാടാണെന്ന് അറിയാം എങ്കിലും നിങ്ങളൊന്ന് ഹീൽ ചെയ്യുക കേട്ടോ. മാക്സിമം ഒന്ന് ഹീൽ ചെയ്യൂ. ആരുടെയെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കൂ. നിങ്ങൾ പഴയ ഓർമ്മകളിൽ നിന്നൊക്കെ വിട്ടുമാറി നന്നായിട്ട് ഹീൽ ചെയ്താലേ നിങ്ങൾക്ക് ഇതിൽ റിക്കവറായി വരാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ചുറ്റും ആളുകളുണ്ട്. അതൊക്കെ നിങ്ങൾ മനസ്സിൽ കരുതുക, ചിന്തിക്കുക കേട്ടോ. പാസ്റ്റ് എല്ലാം ഹീൽ ചെയ്തിട്ട് നന്നായിട്ട് മുന്നോട്ട് വരിക. ഓൾ ദ ബെസ്റ്റ് കേട്ടോ. ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട്.